വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് തള്ളിയിട്ട 19-കാരിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ശ്രീകുട്ടി അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അറിയിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. പ്രതി സുരേഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇന്നലെ ഇടയ്ക്കൊക്കെ വന്നൊരു വാർത്ത ആശ്വാസം നൽകിയിരുന്നു. തൽക്കാലത്തെ കുറച്ചൊരു ആശ്വാസകരമാണ്, പുരോഗതി ഉണ്ട് എന്നുള്ള വാർത്തകളായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത അങ്ങേയറ്റം വേദനയും നിരാശയും ഉണ്ടാക്കുന്നതാണ്. എന്താണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്? ജിൽസി, കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ അയന്തിയിൽ വെച്ച് ഈ ഒരു പെൺകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിടുന്നത് പ്രതി. ഇന്നുവരെയും പെൺകുട്ടി അപകട നില തരണം ചെയ്തിട്ടില്ല. അതീവ ഗുരുതരമായി തന്നെ അവസ്ഥ മുന്നോട്ട് പോവുകയാണ്. സർജിക്കൽ ICUവിലാണ് പെൺകുട്ടി തുടരുന്നത്. 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ആന്തരിക രക്തസ്രാവം അടക്കമുള്ളതിനാൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് പെൺകുട്ടി. ഈ പ്രഗത്ഭരായ ഡോക്ടർ ന്യൂറോ സർജന്മാരുടെയൊക്കെ ഒരു സംഘം തന്നെയുണ്ട്. പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ഇത്തരം ഒരു സംഘമാണ് നേതൃത്വം നൽകുന്നത്. എങ്കിൽ പോലും അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ശരീരത്തിൽ 20ഓളം മുറിവുകളുണ്ട്. ഇതിലൊക്കെ ചികിത്സ നേടുന്ന ഒരു സാഹചര്യത്തിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടിയുടെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അമ്മയടക്കം ഇന്നലെ ചികിത്സയിൽ തൃപ്തയല്ല എന്നും പറഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ പെൺകുട്ടി ഇതുവരെ അപകട നില തരണം ചെയ്തിട്ടില്ല. അപകടം നടന്നിട്ട് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ട് ഇന്ന് 3-ാം ദിവസമാവുന്നു. പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. മരുന്നുകളോട് പെൺകുട്ടിയുടെ ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. പക്ഷേ ആന്തരിക രക്തസ്രാവം അടക്കമുള്ളതുകൊണ്ട് വെന്റിലേറ്ററിൽ തന്നെ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിയുടെ കാര്യത്തിലാണ് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. FIR-ൽ പ്രതി ഈ കൊലപാതക ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്നും കൊലക്കുറ്റം തന്നെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് തന്നെ അയന്തിയിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ തന്നെ ഈ അമ്മയടക്കം, പെൺകുട്ടിയുടെ അമ്മയടക്കം ഇന്നലെ തന്നെ ഈ ചികിത്സയിൽ തൃപ്തയല്ലെന്ന് പറഞ്ഞതിനനുസരിച്ച് ആരോഗ്യമന്ത്രി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആദ്യം ഇവർ യോഗം ചേർന്നിട്ടുമുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ എടുത്തു വരികയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം പെൺകുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് വരുമെന്നാണ് കരുതുന്നത്. നൗഫൽ, ജിൽസി. അനിസ, എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം. നൗഫൽ, ഈ ട്രെയിൻ യാത്രയിലൊന്നും ഇപ്പോഴും ഒട്ടും സുരക്ഷിതരല്ല സ്ത്രീകൾ എന്നുള്ളതാണ്. കാരണം